ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു വാർത്തയിലേക്ക് എത്താം. റിപ്പോർട്ട് ഒരു അന്വേഷണത്തിലാണ്. സംസ്ഥാനത്ത് അപ്രഖ്യാപിത നിയമന നിരോധനമാണോ എന്നാണ് റിപ്പോർട്ട് അന്വേഷിക്കുന്നത്. അന്വേഷണ പരമ്പര തുടങ്ങുന്നു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനായി PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിയമനമില്ല. PSC അഡ്വൈസ് മെമ്മോ അയച്ച ഉദ്യോഗാർത്ഥികളെ പോലും നിയമിച്ചിട്ടില്ല. ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാത്തതും സ്റ്റാഫ് ഫിക്സേഷൻ പൂർത്തിയാക്കാത്തതുമാണ് അപ്രഖ്യാപിത നിയമന നിരോധനത്തിന്റെ കാരണം. VS രജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഒരർത്ഥത്തിൽ ഈ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിയമന നിരോധനമുണ്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഇത് ഹയർ സെക്കൻഡറി വകുപ്പിൽ മാത്രമല്ല, മറ്റു ചില വകുപ്പുകളിലും അഡ്വൈസ് മെമ്മോ അടക്കം അയച്ചിട്ടും നിയമനം നടത്താത്ത സാഹചര്യമുണ്ട്. ഹയർ സെക്കൻഡറിയിൽ എന്താണ് അവസ്ഥ? ഞാൻ ചില വിഷയങ്ങളും ആ വിഷയങ്ങളിലുള്ള അധ്യാപകരുടെ ഒഴിവുകളും ഒന്ന് വായിക്കാം. എക്കണോമിക്സിൽ 30 ഒഴിവുകളുണ്ട്. അതുപോലെ ഫിസിക്സിൽ 10 എണ്ണം, മാത്തമാറ്റിക്സിൽ 85, സുവോളജി 44, ഹിസ്റ്ററി 10, പൊളിറ്റിക്കൽ സയൻസിൽ 27, ഇംഗ്ലീഷിൽ 65, ഇസ്ലാമിക് ഹിസ്റ്ററി 2, ജേർണലിസം 2 നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒഴിവുകളാണ്. ഈ ഒഴിവുകളിലേക്ക് നിയമനം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ വിരമിക്കൽ തസ്തികയിൽ ഉൾപ്പെടെ ഒഴിവുകൾ ഉണ്ടായിട്ടും ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ നിലവിലുള്ള ഒഴിവുകളിലേക്ക് നിയമനമില്ല, മാത്രമല്ല ഒഴിവ് വന്നിട്ടുള്ള പുതിയ ഒഴിവുകൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല. അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് സ്റ്റാഫ് ഫിക്സേഷൻ, കഴിഞ്ഞ വർഷത്തെ സ്റ്റാഫ് ഫിക്സേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്റ്റാഫ് ഫിക്സേഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥി അധ്യാപക അനുപാതം ഫിക്സ് ചെയ്യുക. അപ്പോൾ 25 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിലേക്കുള്ള ആ സ്റ്റാഫ് ഫിക്സേഷൻ നടന്ന് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ശേഷമേ ഈ അധ്യാപക നിയമനത്തിൽ തീരുമാനം ഉണ്ടാകൂ എന്നുള്ളതാണ് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. സ്വാഭാവികമായിട്ടും അത് പൂർത്തിയാക്കി നൽകേണ്ടത് ഓരോ RDDമാരാണ്. റീജിയണൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ടീമാണ് ഇത് നൽകേണ്ടത്. അത് നൽകിയിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒഴിവുകളിൽ നിയമനം നടക്കാത്തത്, പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്. ഒരുപാട് അധ്യാപക ഉദ്യോഗാർത്ഥികൾ ഈ രംഗത്തേക്ക് ആ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു, അഡ്വൈസ് മെമ്മോ കിട്ടി, എല്ലാവരും ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. മാത്രമല്ല ഈ രംഗത്തേക്ക് പുതിയതായി കടന്നു വരുന്നവർക്ക് പുതിയ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ PSC റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്, പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതും നടക്കുന്നില്ല. നിലവിൽ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിയമനവും നടക്കുന്നില്ല എന്നുള്ളതാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾ, അവിടേക്ക് അധ്യാപക നിയമനത്തിന് വേണ്ടി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഓക്കെ, VS രജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റിപ്പോർട്ടർ അന്വേഷണ പരമ്പര തുടരുന്നു. ഇത് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, മറ്റു പല വകുപ്പുകളിലും റാങ്ക് ലിസ്റ്റുകൾ വന്നിട്ടും അതിൽ നിയമനം നടത്തുന്നില്ല. അതിൽ അഡ്വൈസ് മെമ്മോ കൊടുത്തവർക്ക് പോലും നിയമനം നടത്താത്ത സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. വിവിധ വകുപ്പുകളിൽ റിപ്പോർട്ടർ TVയുടെ അന്വേഷണ പരമ്പര വരും ദിവസങ്ങളിലും തുടരും. ഇന്നിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയത് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിൽ വിവിധ പോസ്റ്റുകളിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഇനിയും റിട്ടയർ ചെയ്ത വേക്കൻസി കൂടി വന്നിട്ടും പലതിലേക്കും നിയമനം നടക്കുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്ത് അപ്രഖ്യാപിതമായ ഒരു നിയമന നിരോധനമാണോ എന്നാണ് റിപ്പോർട്ടർ TV പരിശോധിക്കുന്നത്.